പ്രിയമുള്ളവരെ നമസ്കാരം. വികസനം പറഞ്ഞു പറഞ്ഞ് പ്രീണനത്തിലെത്തിയതാണോ അതേ പ്രീണനം മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് വികസനം പറയുന്നതാണോ? ഇന്ന് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മൈനോറിറ്റി പദവി നൽകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ കേന്ദ്ര സർക്കാരിനോടുള്ള അഭ്യർത്ഥന, അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ മതവിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകുവാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ, ഇത് ഹിന്ദു സമൂഹം വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ വളരെ വേദനയോട് കൂടിയിട്ടാണ് നോക്കിക്കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ മാത്രമല്ല മുഴുവൻ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം ഏറെ പ്രതീക്ഷ വച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ആശയപരമായിട്ട് ഏകാത്മവ മാനവദർശനമാണ് ഞങ്ങളുടെ ആശയമെന്നും മുഴുവൻ ജനവിഭാഗത്തെയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നതെന്നും എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് ഈ പാർട്ടിയിലുള്ളതെന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടി വളർന്നു വന്ന പശ്ചാത്തലം അല്ലെങ്കിൽ ഏതു തരത്തിലാണ് ഈ പാർട്ടി വളർന്നു വന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒന്ന് പഠിക്കേണ്ടതായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെയും രാമസേതു വിഷയത്തിലൂടെയുമൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ പങ്കാളിയായി അത് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വച്ച് ഹിന്ദു സമാജത്തിൻ്റെ വിശ്വാസ്യതയാർജിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുത്വ ആശയങ്ങൾ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് വിശ്വസിപ്പിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി മുഴുവൻ രാജ്യത്തും വളർന്നു വന്നത്. ഭാരതീയ ജനതാ പാർട്ടി വളർച്ചയുടെ ഓരോ പടവുകളിലും ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തിന് മുന്നോട്ട് വച്ചു നീട്ടിയ ഒരുപാട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള ധാരാളം വിഷയങ്ങളുണ്ടായിരുന്നു. ഏകീകൃത സിവിൽ കോഡും മതപരിവർത്തന നിരോധന നിയമവും സമ്പൂർണ്ണ ഗോവധ നിരോധന നിയമവും ജനസംഖ്യാ നിയന്ത്രണ ബില്ലും ഉൾപ്പെടെയുള്ള ധാരാളം വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. മുത്തലാഖ് പോലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയപ്പോഴും മൗലാന സ്കോളർഷിപ്പ് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കി ഈ രാജ്യത്തിൻ്റെ ന്യൂനപക്ഷ വിഭാഗത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായപ്പോഴും ഒരു പരിധിവരെ നമുക്ക് കാണാൻ സാധിക്കും സഹിഷ്ണുതയുള്ള സമാജം എന്നുള്ള നിലയ്ക്ക്, വളരെയധികം സമഭാവനയുള്ള സമൂഹം എന്നുള്ള നിലയ്ക്ക് ഹിന്ദു സമൂഹം വിശാല മനസ്കതയോട് കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച എല്ലാ കർമ്മ പദ്ധതികളും സർവാത്മന സ്വാഗതം ചെയ്തു. പക്ഷേ ഇന്ന് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി BJP ആണ് എന്ന് വളരെ ധിക്കാരത്തോടു കൂടിയിട്ട് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആശങ്ക എന്നുള്ളതല്ല, അങ്ങേയറ്റം പ്രതിഷേധാത്മകമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഈ പാർട്ടി ഇന്ന് ഹിന്ദു സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കടന്നുപോയ സമയത്ത് തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം പ്രചരണങ്ങളും മറുവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. ആ കൂട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് FCRA എന്ന് പറയുന്ന വിഷയം. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അനുവാദം കൊടുക്കുന്ന ആ വിഷയത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ വളരെയധികം ആശങ്കകൾ രേഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആശങ്ക രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിലൊരു പക്ഷേ PC ജോർജും ഷോൺ ജോർജും പോലും വളരെ കൃത്യമായിട്ട് BJPയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് മറുപടി പറയാൻ തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പൈസ കളവ് ചെയ്യാത്തവന് എന്തിനു വേണ്ടിയിട്ടാണ് ഭയപ്പെടുന്നത്, പൈസ കക്കാത്തവൻ എന്തിനാണ് ഭയക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടി നൽകി എന്നുള്ളതാണ്. സഭാ മേലധ്യക്ഷന്മാർ
ഈ തങ്ങളുടെ ആശങ്ക പങ്കുവച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കൃത്യമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA അനുസരിച്ച് വിദേശ പണം ഡൊണേഷനായി സ്വീകരിക്കുന്നതിൻ്റെ കണക്കു രേഖപ്പെടുത്തണം എന്നുള്ള വിഷയത്തിൽ ഈ മതമേലധ്യക്ഷന്മാർ രേഖപ്പെടുത്തിയ ആശങ്ക എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ മത തീവ്രവാദികളുമായിട്ടും ഇവിടുത്തെ രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ആ പ്രവർത്തന ബന്ധാവിൽ നിന്നുകൊണ്ട് അവരുടെ ഉത്കണ്ഠയാണ് ഈ പ്രതിഷേധമായിട്ട് രംഗത്ത് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ധാരാളം ഹൈന്ദവ ട്രസ്റ്റുകൾ, മാതാ അമൃതാനന്ദമയി തുടങ്ങി ധാരാളം ഹൈന്ദവ ട്രസ്റ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിദേശ സഹായങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിദേശ സഹായങ്ങൾ സ്വീകരിക്കുന്ന മറ്റൊരു ദേശീയതയിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ നാടിനോട് കൂറുവച്ച് പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയും പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരാതിരിക്കുകയും എന്നാൽ ഇത്തരത്തിലുള്ള ചില കോണുകളിൽ നിന്ന് മാത്രം പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് ചെന്നെത്തുന്നത്, വിരൽ ചൂണ്ടുന്നത് ഇതുവരെ നടന്നുകൊണ്ട് ഇരുന്ന ഈ പണത്തിൻ്റെ ദുർവിനിയോഗത്തെ തന്നെയാണ്. ഈ പണം ഏതു തരത്തിലാണ് ഒരു കൃത്യതയില്ലാതെ ചെലവഴിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് ആഡിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് വരുത്തി വയ്ക്കാവുന്ന വരും വരായികകൾ ഭയന്നിട്ടാണ്, വിളറ് പൂണ്ടിട്ടാണ് ഈ സഭാ മേലധ്യക്ഷന്മാർ ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഒരു ആർജവമുള്ള രാഷ്ട്രീയ പാർട്ടി, ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിചയക്കുറവ് കൊണ്ടാണോ അതുമല്ല ബുദ്ധി ഉപദേശിക്കുന്ന ഉപദേശകരുടെ വലയത്തിൽപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ ചെന്നു ചാടുന്നതാണോ? രണ്ടായാലും വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കേരളത്തിലെ BJP അധ്യക്ഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പലതവണ ഈ ക്രൈസ്തവ സഭകളുടെ മുന്നിൽ നട്ടല്ലു വളയ്ക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ആ സന്ദർഭം കടന്നുപോയത്. ക്രൈസ്തവ സഭകൾക്ക് പ്രതിഷേധവുമായിട്ട് ഉള്ള വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതേ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ച് ക്രൈസ്തവ സഭകളുമായിട്ട് ചർച്ച ചെയ്യാതെ ഇതിൻ്റെ ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ അപേക്ഷ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന പ്രവർത്തകരുടെ അടിസ്ഥാന പ്രവർത്തനം ചെയ്യുന്ന പ്രവർത്തകരുടെ യഥാർത്ഥ മനസ്സല്ല എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള വസ്തുത തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ സ്വാധീന വലയത്തിലുള്ള മതമേലധ്യക്ഷന്മാരെ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ വഞ്ചിച്ചു എന്ന് തന്നെയാണ് പച്ചയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം അർപ്പിച്ചിരിക്കുന്ന വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇപ്പോൾ മൈക്രോ മൈനോറിറ്റി പദവി നൽകുവാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് BJPയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടുത്തെ ഹിന്ദു സമൂഹം ന്യൂനപക്ഷമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ കേരളത്തിന്റെ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കേരളത്തിലെ ഹിന്ദു അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടുത്തെ വളരെ സമ്പന്നവർഗമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹം ക്ഷേത്രത്തിൽ ഒരു കാലത്ത് പൂജ ചെയ്ത് ജീവിച്ചിരുന്ന ആ ക്ഷേത്രകാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ദേവന്റെ സേവകനായിട്ട് ദേവീദേവന്മാരെ പരികർമ്മിയായിട്ട് ജീവിച്ചിരുന്ന ബ്രാഹ്മണ സമൂഹം ആ അഗ്രഹാരങ്ങൾ പോലും ഇന്ന് നിത്യവൃത്തിക്ക് വകയില്ലാതെ പട്ടിണിയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പല അഗ്രഹാരങ്ങളും പട്ടിണിയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങ് ബ്രാഹ്മണ സാമുദായികപരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഹിന്ദുവിൻ്റെ ഏറ്റവും മേൽക്കോയ്മയിൽ നിൽക്കുന്ന സമൂഹമാണ് ബ്രാഹ്മണ സമൂഹം എന്നാണല്ലോ സമൂഹത്തിൽ ചിത്രീകരിക്കുന്നത്. ആ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ അവസ്ഥ തന്നെ നിത്യവൃത്തിക്ക് വകയില്ലാതെ പട്ടിണിയിലാണ് എന്ന് പറയുമ്പോൾ ഇനി താഴോട്ട് വരുന്ന ഓരോ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിലെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്, ഇന്ന് കേരളത്തിൽ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ആത്മഹത്യയുടെ വക്കിലാണ്. തൊഴിലില്ലായ്മ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ജീവിക്കാനുള്ള നിത്യവൃത്തിക്കുള്ള വക കണ്ടെത്തുവാൻ ശേഷിയില്ലാത്തത് കൊണ്ടും ആത്മഹത്യയുടെ വക്കിലാണ് എന്നുള്ളത് നമുക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരും. ഈ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്ന ദർശനം മുന്നോട്ട് വച്ച
ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ്, സംസ്ഥാന അധ്യക്ഷൻ എല്ലാ ജനവിഭാഗത്തെയും ഒരുപോലെ കാണാനും ഒരുപോലെ ഉൾക്കൊള്ളാനും സാധിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് പ്രഖ്യാപനവും ഒക്കെ നടത്തി ഈ നാട് കേന്ദ്രം ഭരിക്കുവാനുള്ള ബഹുഭൂരിപക്ഷ വരുന്ന ജനപിന്തുണ ഉത്തരേന്ത്യൻ ഹിന്ദു ഭൂമിയിൽ നിന്ന് ആർജിച്ച് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ കേരളത്തിലെ നിസ്സാരമായിട്ടുള്ള ചില മതമേലധ്യക്ഷന്മാരുടെ മുന്നിൽ മുട്ടുകുത്തി നട്ടല് വളച്ച് ഇങ്ങനെ പോലെ നിന്ന് യാചിച്ച് പ്രീണിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേരളത്തിന്റെ ഹിന്ദു സമൂഹം വളരെ പുച്ഛത്തോടു കൂടിയിട്ട് നോക്കിക്കാണുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം ഇനിയെങ്കിലും തിരിച്ചറിയണ്ടേ. ഈ സംഘടനയുടെ സംഘപരിവാറിന്റെ ഒക്കെ നേതൃത്വം മാതൃസംഘടനയായിട്ടുള്ള സംഘത്തിന്റെ കാര്യകർത്താക്കന്മാർക്ക് പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തെ തിരുത്താനും അതിനെ നേർവഴിക്ക് നയിക്കാനും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇതിനെ തിരുത്താൻ സാധിക്കുക? ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനവുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടിയെ നയിച്ചു മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കേരളത്തിന്റെ ഹിന്ദു സമാജത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ തീർക്കും. അതിനു വേണ്ടിയിട്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് നേതൃത്വം കൊടുക്കും എന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഡോക്ടർ പ്രവീൺ തൊഗാഡിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഹി ആകെ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഹിന്ദു സമാജത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് മുഴുവൻ ഹിന്ദു സമാജത്തെയും മുന്നോട്ട് നയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഭാരതത്തിൽ വലിയ ഹിന്ദു മുന്നേറ്റം സംജാതമായിരിക്കുകയാണ്. ആ ഹിന്ദു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വച്ചിരിക്കുന്ന എല്ലാ ഗ്രാമങ്ങളിലും സംഘടിതമായിട്ടുള്ള ശക്തിയുള്ള ഹിന്ദു സമാജത്തെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് ശക്തി പ്രാപിച്ചു വരുമ്പോൾ ഇത്തരത്തിലുള്ള ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ സമാജ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുവാൻ വേണ്ടിയിട്ട്, മൗനം പാലിക്കുവാൻ വേണ്ടിയിട്ട് സമാജ സ്നേഹമുള്ള ഒരു സംഘടനയ്ക്ക് സാധ്യമല്ല എന്നുള്ള കാരണം കൊണ്ട് ഈ നാട്ടിൽ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പേരിൽ വിളിക്കുന്ന ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ പരിവർത്തനം ചെയ്തുകൊണ്ട് ഹിന്ദുവിൻ്റെ ആനുകൂല്യങ്ങൾ ഇന്നും കൈപ്പറ്റുകയും എന്നാൽ വിശ്വാസം മറ്റു മതങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യുന്ന ആ ജനതയ്ക്ക് വീണ്ടും ഇവിടെ മൈക്രോ മൈനോറിറ്റി തുടങ്ങിയ പദവികൾ നൽകിക്കൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ചവിട്ടിമതിക്കാമെന്നാണ് ആരെങ്കിലും കരുതിയത് എങ്കിൽ, അല്ലെങ്കിൽ സംഘടിതമായിട്ടുള്ള ചില സമൂഹത്തെ കാഴ്ചവെച്ചുകൊണ്ട് ഇവിടുത്തെ ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന NDAയ്ക്കും ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് വിലപേശിയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ അവജ്ഞയോട് കൂടിയിട്ട് തള്ളിക്കളയാനും ഹിന്ദു സമാജത്തെ ചവിട്ടിമതിക്കാനും തയ്യാറാകാം എന്നാണ് ഇവരൊക്കെ കരുതിയത് എങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ സംഘടിതമായിട്ടുള്ള ഹൈന്ദവ മുന്നേറ്റം ഈ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ, രാഷ്ട്രീയ ബജറംഗ് ദളിന്റെ നേതൃത്വത്തിൽ കൃത്യമായി സംഭവിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഓൺലൈൻ സംഖ്യകളും മറ്റുമൊക്കെ ചില പ്രതിഷേധ കുറിപ്പുകളൊക്കെ എഴുതുന്നുണ്ട്. ഈ പ്രതിഷേധ കുറിപ്പുകളൊക്കെ കുറിക്കുന്ന ആളുകളോട് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് സംഘടനയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള പ്രതിഷേധം സംഘടനയ്ക്കുള്ളിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്? ആശയപരമായിട്ട് ഇത്തരത്തിൽ അധപ്പതിച്ച ഒരു പരിവാർ സംഘടനയുടെ നേതൃത്വം നിലം പതിക്കുമ്പോൾ ഈ സമാജത്തിന് വേണ്ടിയിട്ട് ആശ്വാസം പകരുന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ വില കുറഞ്ഞ പ്രീണന രാഷ്ട്രീയം ഇടത് വലത് മുന്നണികളെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള നേതൃത്വം ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ തീരുമാനത്തെ പ്രതിഷേധം കൊണ്ട് തടയുവാനാണ്, ഹിന്ദു സമാജത്തിന്റെ പ്രതിഷേധ അഗ്നി കൊണ്ട് പരാജയപ്പെടുത്തുവാനാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയാൽ തുടർന്ന് അതിന്റെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വരും. ഇത്രയും പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവിലൂടെ ആഗ്രഹിച്ചത്. നന്ദി, നമസ്തേ.